ഈ എഴുതി തയ്യാറാക്കിയ പ്രസംഗം നമുക്കറിയാം, അതൊക്കെ ഒരുതരം അച്ചടി സ്വഭാവത്തോടു കൂടിയതാണ്. അത് പല കുഴപ്പങ്ങളിലും ചെന്ന് എത്തും. അതെ. മറിച്ച് ആ പ്രദേശത്തെ വിഷയമോ അല്ലെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ആവശ്യമോ മനസ്സിലാക്കാതെ ആണ് അത്തരത്തിലുള്ള പ്രസംഗം. പക്ഷേ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു എഴുതി തയ്യാറാക്കിയ പ്രസംഗമില്ലാതെയും ഒരാൾ നമ്മളുടെ ഇടയിലുണ്ട്. അതാണ് പ്രധാനമന്ത്രി. അതെ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ചേട്ടൻ ഉന്നയിച്ചത്. നമ്മുടെ കേരളത്തിലുള്ള പല ഭരണാധികാരികളും, മുഖ്യമന്ത്രി എടുത്ത് നോക്കാം, അദ്ദേഹം വരുന്നതിന് മുമ്പേ പോഡിയത്തിൽ ഒരു പേപ്പറും കൊണ്ടുവയ്ക്കും. അദ്ദേഹത്തിൻ്റെ PS കൂടെ നടക്കുന്ന ഓഫീസർമാർ ആരെങ്കിലും, മറ്റു മന്ത്രിമാർ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അദ്ദേഹവും പ്രസംഗിക്കുന്ന സമയത്ത് ഒരു പേപ്പറും കൊടുക്കും. കേരളത്തിലുള്ള എല്ലാ മന്ത്രിമാരും അത്തരത്തിലുള്ള പ്രസംഗങ്ങൾ എഴുതി വെച്ച് പറഞ്ഞാലും പറയുന്നതിൻ്റെ ഇടയിൽ ആ പേപ്പറിലുള്ള എല്ലാം പറയാറില്ല. കാര്യങ്ങൾ വ്യതിചലിച്ച് ആ വിഷയത്തിൽ നിന്നും മാറിപ്പോകും. പക്ഷേ അവിടെയാണ് പ്രധാനമന്ത്രിയുടെ, ചേട്ടൻ പറഞ്ഞ പോലെ, പ്രസക്തി. അദ്ദേഹം എന്തുമാത്രം കാര്യങ്ങൾ ഒരു ദിവസം കൈകാര്യം ചെയ്യുന്നു. വിദേശ രാഷ്ട്രങ്ങളുടെ ബന്ധങ്ങൾ, ഇപ്പോൾ നടക്കുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ യുദ്ധ പ്രശ്നങ്ങൾ, ലോക നേതാക്കളുടെ ഫോൺ കോളുകൾ, അതിനിടയ്ക്ക് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങൾ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്പോഴേ LNGയും പെട്രോളും കിട്ടാത്ത കേരള ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരുടെ ഫോൺ സംഭാഷണങ്ങൾ, അതിനിടയ്ക്ക് പല യോഗങ്ങൾ. വളരെ തുച്ഛമായ സമയമാണ് അദ്ദേഹം ഉറങ്ങുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഏതൊരു സംസ്ഥാനത്ത് പോയാലും, ഏതൊരു സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്താണ് പോണെങ്കിലും, ജില്ലയിൽ പോണെങ്കിലും, അവിടുത്തെ മൺമറഞ്ഞു പോയ സാമൂഹിക സാംസ്കാരിക ആചാര്യന്മാരെ അദ്ദേഹം വന്ദിക്കുന്നു. ആ സ്ഥലത്തിൻ്റെ പ്രകൃതി, ആ സ്ഥലത്തിൻ്റെ പശ്ചാത്തലം അദ്ദേഹം പറയുന്നു. നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ പേപ്പർ വെച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു തുണ്ട് പേപ്പർ അദ്ദേഹം പോഡിയത്തിൽ വയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അത്തരത്തിലുള്ള ഇത്രയും പ്രായമായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ആ പവർ, മൈൻഡ്, തലച്ചോർ വർക്ക് ചെയ്യുന്നത് ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ പോലെ നമ്മുടെ കേരളത്തിലെ നേതാക്കൾക്ക് അതൊരു ഒരു പാഠ്യമാക്കണം. ഇത്രയും തിരക്ക് പിടിച്ചൊരു മനുഷ്യൻ, ഇപ്പോൾ ഉദാഹരണത്തിന് പാലക്കാട് വന്നപ്പോൾ തന്നെ നമുക്കറിയാം, പാലക്കാടിൻ്റെ കൽപ്പാത്തി രഥോത്സവത്തെ അദ്ദേഹം പുകഴ്ത്തി. അവിടുത്തെ സാമൂഹിക സാംസ്കാരിക നായകന്മാരെ പുകഴ്ത്തി. അതുപോലെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അയ്യാ വൈകുണ്ഠസ്വാമി, ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരുദേവൻ, അയ്യങ്കാളി മഹാത്മാ എന്ന് പറയുന്നു. നമ്മുടെ ഇപ്പോൾ തൃശ്ശൂർ വന്നപ്പോൾ മലയാളത്തിൽ മാറാത്തത് മാറും, കേരളം വികസിത കേരളം. അപ്പോൾ ഇതെല്ലാം പഠിക്കുക. നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരായാലും മന്ത്രിമാരായാലും നമ്മൾ പ്രസംഗിക്കുമ്പം നോക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് വിഷയം സംസാരിച്ചാൽ ആദ്യത്തെ പേപ്പറിലെ 2-3 വരിയെ കാണുള്ളൂ. ബാക്കി പിന്നെ ആക്ഷേപങ്ങളും പുച്ഛങ്ങളും തമ്മിൽ കാലുവാരലുകളും മറ്റു പ്രതിപക്ഷങ്ങളെ ആക്ഷേപിപ്പുമാണ്. പ്രധാനമന്ത്രിക്ക് അതില്ല. പ്രധാനമന്ത്രി അഥവാ ആക്ഷേപിക്കുന്നുവെങ്കിൽ തന്നെയും അദ്ദേഹം ആ സാംസ്കാരിക നാഗരികതയിൽ ഊന്നിയ സംഭാഷണം കഴിഞ്ഞ് ലാസ്റ്റിൽ മാത്രമേ പറയുകയുള്ളൂ. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയക്കാരും ഭരണകർത്താക്കൾക്കും പ്രധാനമന്ത്രി ഒരു മോഡലാകണം എന്നുള്ളതാണ് നമുക്കിതിൽ വെച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ പത്രസമ്മേളനങ്ങൾ CM എടുക്കുകയാണെങ്കിൽ എന്തെല്ലാം ആക്ഷേപ ഹാസ്യ, ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള കണ്ടില്ലേ, അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു സഹമന്ത്രി പാർട്ടി വിട്ടൊന്നും പോയില്ല. പുള്ളിക്ക് മെമ്പർഷിപ്പ് പുതുക്കിയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ രാഷ്ട്രീയ പ്രതിപക്ഷ മര്യാദകൾ കൊടുക്കുന്നില്ല. പ്രധാനമന്ത്രി അങ്ങനെയല്ല. അപ്പോൾ പ്രധാനമന്ത്രി മൻ കി ബാത്ത് തന്നെ നോക്കാം. മൻ കി ബാത്ത് സംസാരിക്കുന്ന സമയത്ത് ഓരോ പ്രദേശത്തും ഓരോ പ്രശ്നങ്ങളാണ് അദ്ദേഹം. അല്ല, ജനങ്ങൾക്ക് അതിനു മുമ്പ് ഈ ഓരോ പ്രശ്നങ്ങൾ അങ്ങോട്ടേക്ക് ആവശ്യപ്പെടാം. ഞാൻ അറിഞ്ഞിടത്തോളം അറിയുവാൻ കഴിഞ്ഞത്
രാത്രികാലങ്ങൾ പുള്ളി ഇരിക്കുമ്പോൾ, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇരിക്കുമ്പോൾ ചില വ്യക്തികളുമായിട്ട് എല്ലാ സ്റ്റേറ്റിലും ഫോണിൽ സംസാരിക്കുകയാണ്. അതിനുള്ള പ്രത്യേക ആൾക്കാർ പ്രധാനമന്ത്രിക്ക് വിളിച്ചു കൊടുക്കുവാനുണ്ട്. അദ്ദേഹം ഇപ്പോൾ നാളെ 4-ാം തീയതി കോട്ടയം പാലായിൽ വരുന്നു. പാലായിൽ വരുമ്പോൾ അവിടുത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയോ നമ്മുടെ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ കുറിച്ച് പുള്ളി പഠിക്കും. അവിടെ വരും. കോട്ടയത്തിൻ്റെ സാംസ്കാരിക ഭൂരേഖ എങ്ങനെയാണെന്നുള്ളത് പുള്ളി അവിടെയുള്ള പൂർവികരുമായിട്ട് ആശയവിനിമയം ചെയ്യും. അത് പഠിക്കും. അപ്പം സാധാരണ ഒരു പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ പ്രസംഗമെന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ പോഡിയത്തിൽ നിൽക്കുന്ന സ്റ്റാൻഡിൽ ഒരു തുണ്ട് പേപ്പർ പോലും നമ്മൾ കാണാറില്ല. ഇതെങ്ങനെ വരുന്നു? അതൊരു എന്താ പറയുക, ഒരു പ്രപഞ്ച ശക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ചിലപ്പം അന്ധവിശ്വാസങ്ങളെന്ന് പറയാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു ലീഡർഷിപ്പ് ഭാരതത്തിന് വന്നിട്ടുള്ളത് ഭാരതത്തിൻ്റെ ആ ഒരു ക്രെഡിബിലിറ്റി തന്നെ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ. ഇപ്പോൾ ലോകരാഷ്ട്രത്തിൽ തന്നെ പോകാം. അദ്ദേഹത്തിന് ഹിന്ദിയെ വശമുള്ളൂ, അല്ലെങ്കിൽ ഗുജറാത്തിയെ വശമുള്ളൂ, ഇംഗ്ലീഷേ ഉള്ളൂ. ഈ വ്യക്തിയെയാണ് കഴിഞ്ഞ 9 വർഷത്തിന് മുമ്പേ BA പഠിച്ചിട്ടില്ല, അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റി തലം അന്വേഷിക്കുവാൻ കേരളത്തിലെ സഖാക്കൾ ഇറങ്ങിത്തിരിച്ചത്. ഇവിടുന്ന് ഉള്ള സഖാക്കൾ ഹൈലി ക്വാളിഫൈഡ് ഓക്സ്ഫോർഡിൽ നിന്ന് PhD എടുത്ത് വന്നവരാണ്. ഇതേപോലെ സംസാരിക്കുമോ? എത്രയെത്ര കേരളത്തിലെ നമ്മൾ രാജ്യസഭയിൽ പ്രസംഗിക്കുന്ന AA പോലുള്ളവരുടെ വാക്കുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? അതെ. കർണാടകത്തിലെ മുഖ്യമന്ത്രി അവിടെ ഒരു മതസ്പർശം ഉണ്ടായപ്പോൾ അവിടെ പോയിട്ട് പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മൾ അതിലേക്കൊന്നും വരുന്നതല്ല. പക്ഷേ എന്നിരുന്നാലും ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയെ തിരക്കിപ്പോയത് ഒരു പ്രധാനമന്ത്രിയാണ്. അവിടുത്തെ സർവകലാശാലയുടെ ഡീന് പറഞ്ഞിട്ടുണ്ട്, ഇത്ര വർഷം അദ്ദേഹം പഠിച്ചിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും കേരളത്തിൽ ഉള്ളവർ ബുദ്ധിരാക്ഷസന്മാരാണ്. വളരെ ഹൈലി ക്വാളിഫൈഡ് ആണെന്ന് ധാരണകൾ മിഥ്യാധാരണകൾ നടിച്ച് നടക്കുന്നതാണ് കേരളത്തിലുള്ള നേതാക്കൾ. അതിനൊരു മാതൃകയാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഓരോ രാജ്യത്ത് പോയാലും ആ രാജ്യത്തിൻ്റെ മലയാളികളുണ്ടെങ്കിൽ, ഇപ്പോൾ അടുത്ത കാലത്ത് ഒമാനിലവിടെ പോയപ്പോൾ മലയാളത്തിൽ സംസാരിച്ചു. അപ്പോൾ അവിടെ കൂടുതലും മലയാളികളുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. കേരളത്തിൽ വന്നാൽ അദ്ദേഹം മുണ്ടുടുക്കുന്നു, കേരളത്തിൻ്റെ ഉടുപ്പ് ധരിക്കുന്നു, കശവ് മുണ്ട് തോളിലിടുന്നു, കേരള ട്രഡീഷൻ വസ്ത്രധാരണം കഴിഞ്ഞ് പ്രധാനമന്ത്രി വരുന്നു. ഇതിനു മുമ്പ് എത്ര നേതാക്കൾ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ ഓരോ കുഞ്ഞുങ്ങൾ പോലും മോഡിയുടെ ഈ അടുത്ത കാലത്ത് തൃശ്ശൂർ വന്നപ്പോൾ, പാലക്കാട് വന്നപ്പോൾ ഒരു കുഞ്ഞ് എറണാകുളത്ത് നിന്ന് മോഡിജി അപ്പൂപ്പനെ കാണാൻ അവിടെ പോയിരിക്കുന്നു. അപ്പോൾ ഒരു കുഞ്ഞുങ്ങളോടെയുള്ള അദ്ദേഹത്തിൻ്റെ വൈകാരികമായ സ്നേഹം, നമ്മുടെ ഓരോ സംസ്ഥാനത്ത് പോകുമ്പം ആ സംസ്ഥാനത്തിൻ്റെ കൾച്ചർ, തിരുവനന്തപുരത്ത് വന്നാൽ പത്മനാഭസ്വാമിയെ സ്തുതിക്കുന്നു. നൂറ്റാണ്ടുകൾ പുരാതനമായ ക്ഷേത്രവും പൈതൃകവുമുള്ള ഈ നഗരത്തെ അദ്ദേഹം പഠിച്ചിട്ട് വരുന്നു. എറണാകുളത്ത് പോയാൽ അവിടുത്തെ വാണിജ്യത്തിൻ്റെ തുറമുഖങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും അവിടുത്തെ രാജവംശങ്ങളെക്കുറിച്ച് അവർ പഠിക്കുന്നു. കോഴിക്കോട് പോകുകയാണെങ്കിൽ ശക്തൻ തമ്പുരാൻ്റെ ഫാമിലികളെക്കുറിച്ച് പഠിക്കുന്നു. അപ്പം ഇതാണ് മാതൃകയായ ഒരു ഭരണാധികാരി. അല്ലാതെ തുണ്ട് പേപ്പറിൽ എഴുതി പോഡിയത്തിൻ്റെ അവിടെ വന്ന് നിന്ന് ആദ്യത്തെ 2 വാക്ക് പറഞ്ഞ് മറ്റുള്ളവരെ ആക്ഷേപിക്കുകയും എഴുതി തയ്യാറാക്കിയത് വഴിമാറിപ്പോയി പ്രസംഗിക്കുന്നത് ഒരു ഭരണാധികാരികൾക്ക് ഭൂഷണമല്ല. ഇവിടുത്തെ ഭരണാധികാരികൾ മോഡിക്ക് പഠിക്കണമെന്നാണ് പറയുവാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.